ക്ലാസ് റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും എടുത്തത്? അൻതും അതിന്റെ മുഅന്നസ് അൻതുന്ന. അൻതുന്ന. അതിന്റെ ബഹുവചനം അൻതി എന്നതിന്റെ ബഹുവചനം അൻതുന്ന. പിന്നെ ഉം. പിന്നെ പിന്നെ അൻതി എന്നുള്ളത് ഒരു പൊസസീവ് പ്രോനൗൺ, അത് ചേർന്ന് വരുന്ന സർവനാമമായിട്ട് വരുമ്പോ അതെന്താ അതിന്റെ ബഹുവചനം. അതായത് അൻതി എന്നുള്ളത് ഒരു സർവനാമം, ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുമ്പോ ബൈത്തുക്കി എന്നാണ് പറയാ. അത് ബഹുവചനാക്കി പറയുമ്പോ എങ്ങനെ പറയാ? നിങ്ങളുടെ വീടിന് എങ്ങനെ പറയാ? ബൈത്തുക്കും ബൈത്തുക്കും എന്നുള്ളത് പുല്ലിംഗ ബഹുവചനാണ്. ഞാൻ ചോദിച്ചത് സ്ത്രീലിംഗ ബഹുവചനാണ്. പിന്നെ ദഹത്തി എന്ന് പറഞ്ഞാല് നീ ഒരു പെണ്ണ് പോയി, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പോയി എന്നുള്ളതിന് എങ്ങനെ പറയാ? നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പോയി. ദഹത്തുന്ന. പിന്നെ പഠിച്ചത് എന്താണ്? കപില ബാധ എന്ന് പഠിച്ചു. കപില എന്താണ്? കപില മുമ്പ്, ബിഫോർ. ബാധ ആഫ്റ്റർ, ശേഷം. ഇതെന്തായിട്ട് ഉപയോഗിക്കുക? മുലാഫായിട്ടാണ് ഉപയോഗിക്കുക. അഥവാ ഇലാഫത്ത്, അതായത് ഇതിന് ശേഷം വരുന്ന നാമത്തിന് എന്തായിരിക്കും? കസറായിരിക്കും. പിന്നെ നമ്മളൊരു വെർബും കൂടി പഠിച്ചു, ഒരു ക്രിയയും കൂടി പഠിച്ചു. അതെന്താണ്? റജ, അവൻ അപ്പൊ റജ എന്നുള്ളത് എന്താണ്? അവൻ മടങ്ങി. അപ്പൊ അവൾ മടങ്ങി എന്നുള്ളതിന് എങ്ങനെ പറയാ? അവൾ മടങ്ങി. റജഅത്ത് പറഞ്ഞാല് നീ ഒരാണ് മടങ്ങി എന്നാണ്. റജഅത്ത് പറഞ്ഞാല് അവൾ മടങ്ങി. റജഅത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോഴല്ലേ സ്റ്റക്ക് ആയത്, സൗണ്ട് കേൾക്കാഞ്ഞത്? ഒന്നും കൂടി പറയാം. ഫസ്റ്റ് എന്താണ്? അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എന്താ? മൻ അൻതുന്ന. ആൻസർ പിന്നെ മൻ അൻതുന്ന വെച്ചാൽ എന്താ? നിങ്ങൾ ആരാണ്? നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ ആരാണ്? അപ്പൊ എന്താ പറയാ? നഹനു തോലിബാത്തുൻ, അങ്ങനെയും പറയാം. പിന്നെ ടെക്സ്റ്റിലുള്ളത് നഹനു ബനാത്തു ഷെയ്ഖി അബ്ബാസിന്, അതും പറയാം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോളി. അയിന ഉമ്മുകുന്ന, നിങ്ങളുടെ ഉമ്മ എവിടെയാണ്? അപ്പൊ എന്താ പറയാ? ഉമ്മുന ഫിൽ ബൈത്തി, വീട്ടിലാണ്. പിന്നെന്താ പറയാ? ഫിൽ മസ്ജിദി പറയാ. അങ്ങനെയൊക്കെ പറയാം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അയിന ബൈത്തുകുന്ന. ഇതെന്താണ്? അയിന ബൈത്തുകുന്ന പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ എന്താ പറയാ? ബൈത്തുന ഫിൽ മലപ്പുറം, ഫിൽ ഹിന്ദ്, ഒക്കെ പറയാം. പിന്നെ 4 അയിന അഹൂകുന്ന. അർത്ഥം എന്താണ്? നിങ്ങളുടെ സഹോദരൻ എവിടെയാണ്? അപ്പൊ എന്താണ്? ഫിൽ മുസ്തഷ്ഫ. ഫിൽ മുസ്തഷ്ഫ. പിന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, ദഹബ ഇലൽ മസ്ജിദ്, അപ്പൊ അവൻ പള്ളിയിലേക്ക് പോയി. അങ്ങനെയൊക്കെ നമ്മൾ ക്രിയകളൊക്കെ ഉപയോഗിച്ച് പറയാം കേട്ടോ. ദഹബ അവൻ പോയി, ഇലൽ മസ്ജിദ് അല്ലെങ്കിൽ ഇലൽ മദ്രസത്തി, അങ്ങനെയൊക്കെ പറയാം. 5 അയിന മദ്രസത്തു കുന്ന.
മുദരിസത്തുകുന്ന അല്ല മദ്രസത്തുകുന്ന, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? മദ്രസത്തുന ആ മദ്രസത്തുന ഫിൽ വണ്ടൂർ. പി വണ്ടൂർ. ആ പിന്നെ أذهب الدنيا അല്ല പിന്നെ ഇതിന് വേറെന്താ ആൻസർ പറയാ? അതിനെ മദ്രസത്തുകുന്ന أمام മദ്രസത്തുന المسجد مدرستنا أمام أمام المسجد പറയാം ആ. അല്ലെങ്കിൽ ഇനി 6. أذهب أذهب الدنيا അദ്ഹബത്തുന്ന ഇലൽ المدرسة മദ്രസത്തിൽ യൗമു. يوم അൽയോമ. യൗമു. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. അദഹബ്തുന്ന ഇലൽ മദ്രസത്തി അൽയോമ. ഇതിന്റെ അർത്ഥം എന്താ? ഇന്ന് നിങ്ങൾ അദ്ഹബത്തുന്ന സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ പോയോ? ഇന്ന് നിങ്ങൾ സ്കൂളിൽ ഇന്ന് പോയിരുന്നോ? പോയിരുന്നു അൽയൗമ പറഞ്ഞാൽ എന്താണ്? ടുഡേ. അൽയൗമ പറഞ്ഞാൽ ടുഡേ. ഇന്ന് നിങ്ങൾ മദ്രസയിലേക്ക് പോയിരുന്നോ? അപ്പൊ എന്താ പറയേണ്ടത്? അൽയൗമ. നാം നഅം. ഉം? നാം يوم ذهبتنا إلى المدرسة ഞാൻ ദഹബത്തിന അല്ല, ഞാൻ ദഹബന, ഞങ്ങൾ പോയി. ഇലൽ മദ്രസത്തി, നഅം മദ്രസയിൽ. യൗമ. മദ്രസത്തിൽ യൗമ. ദഹബന ഇലൽ മദ്രസ. المدرسة اليوم ഞാൻ ഞാൻ മദ്രസത്തിൽ ദഹബന ഇലൽ യൗമ. മദ്രസത്തി اليوم മദ്രസത്തിൽ യൗം. اليوم അദ്ഹബത്തുന്ന. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി. അന്നിഫിൽ മുബ്തദ. അന്നിഫിൽ മുബ്തദ. മുബ്തദയിനെ എന്താക്കുക? അതായത് ബിഗിനിങ് പാർട്ട് എന്താക്കുക? മുഅന്നസ് ആക്കുക, അതായത് സ്ത്രീലിംഗമാക്കുക. ഫി കുല്ലിൽ മിനൽ ജുബലിൽ ആത്തിയ, താഴെയുള്ള സെന്റൻസുകൾ എല്ലാം. അപ്പം മുബ്തദ എന്താ പറയാ? അതായത് ബിഗിനിങ് പാർട്ട് മുഅന്നസ് ആക്കുമ്പോ അതിന്റെ ശേഷം വരുന്നതും എന്താവും? അതിന്റെ ഹബറും എന്താവും? മുഅന്നസ് ആകും. അപ്പൊ ഇവിടെ എന്താണ്? ആ അൻതും, നിങ്ങൾ കുറെ ആണുങ്ങൾ എന്നാണ്. അപ്പൊ അതിന്റെ മുഅന്നസ് എന്താണ്? ആ അൻതുന്ന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അപ്പൊ ഇവിടെ തുല്ലാബിനാണ്. തുല്ലാബിന്റെ ബഹുവചനം എന്താണ്? തോലിബാത്തുൻ. ഇനി അടുത്തത് വായിച്ചോളി. രണ്ടാമത്തത്. ഒന്നാമത്തത് أنتم مدرسون അൻതും മുദരിസൂന. مدرسات അൻതുന്ന മുദരിസാത്തുൻ. അൻതും അത്തിബ്ബാഉ. അൻതുന്ന മുദരിസാത്തുൻ. ആ അൻതും അത്തിബാ. ഓ, നിങ്ങൾ ഡോക്ടേഴ്സ് ആണോ? അപ്പൊ അതെന്താ പറയാ? أنتن طبيبات. طبيبات അൻതുന്ന തൊബീബാത്തുൻ. ഇനി 3. أنتم إخوة حامد ഇഹ്വത്ത് പറഞ്ഞ എന്താണ്? ഇഹ്വത്ത് സഹോദരങ്ങൾ. സഹോദരൻ. ആണുങ്ങൾ അഹുൻ ഇഹ്വത്തുൻ. അപ്പൊ എന്താണ്? നിങ്ങൾ ഹാമിദിന്റെ സഹോദരങ്ങളാണോ? അപ്പൊ അത് മുഅന്നസ് ആക്കിക്കോളി. അൻതുന്ന أخوات حامد അഹവാത്തു അഖവാത്തു ഹാമിദിൻ. അപ്പൊ നിങ്ങൾ ഹാമിദിന്റെ സഹോദരിമാരാണോ? ഈ 4. അൻതും മുസ്ലിമൂന. അൻതുന്ന നിങ്ങൾ മുസ്ലിമാത്തുൻ. മുസ്ലിങ്ങളാണോ? അൻതുന്ന മുസ്ലിമാത്തുൻ. 5. അൻതും ഉമാമു മഹ്മൂദിൻ. അമ്മാത്തു അൻതും അമ്മാമ് പറഞ്ഞ എന്താണ്? അമ്മാമ് പറഞ്ഞാൽ എന്താ? അമ്മാവന്മാർ. അതായത് പിതാവിന്റെ സഹോദരന്മാര്. പിതാവിന്റെ സഹോദരന്മാര്. അപ്പൊ അത് ഇതാക്കിക്കോളി. പിതൃസഹോദരൻ. പിതൃ സഹോദരന്മാർ. അൻതുന്ന അൻതുന്ന അമ്മാത്തു മഹ്മൂദിൻ. മഹ്മൂദിൻ അൻതുന്ന അമ്മാത്തു മഹ്മൂദിൻ. ഇനി അടുത്ത 6. അൻതും അബ്നാഉൽ മുദീരി. നിങ്ങൾ ഹെഡ് മാസ്റ്ററിന്റെ മക്കളാണോ? അൻതുന്ന ബനാത്തുൽ മുദീരി. നിങ്ങൾ ഹെഡ് മാസ്റ്ററിന്റെ പെൺമക്കളാണോ? അൻതും ആബാഉ തുല്ലാബി. അൻതുന്ന ഉമ്മഹാത്തു തുല്ലാബി. ഉമ്മഹാത്തു തുല്ലാബി. തുല്ലവി.
നിങ്ങൾ തുല്ലാബി. അൻതും ആബാഉ തുല്ലാബി പറഞ്ഞാല് നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഉപ്പമാരാണ്. അപ്പൊ അത് മുഅന്നസാക്കുമ്പോ അൻതുന്ന ഉമ്മഹാത്തു തുല്ലാബി, നിങ്ങൾ വിദ്യാർത്ഥികളുടെ ഉമ്മമാരാണ്. അമ്മമാരാണ്. ഇനി അടുത്തത് 3. ഹവ്വിലിൽ ലമീറ ഫി കുല്ലിൻ മിനൽ ജുമലിൽ ആത്തി. ഹവ്വിൽ കൺവേർട്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ആ ലമീറ സർവനാമം ഫി കുല്ലി മിനൽ ജുമലിൽ ആത്തി, താഴെയുള്ള സെന്റൻസുകളിൽ നിന്ന് എല്ലാ സർവനാമം എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. കമാ ഹുവ മുഅല്ലഹുൻ ഫിൽ മിസാൽ ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ എക്സാമ്പിൾ. അതായത് എക്സാമ്പിളിൽ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ എന്താണ് അതിലെ ലമീർ എന്താക്കാന്, സർവനാമം മാറ്റാൻ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഐന ബൈത്തുക്കും, ഇവിടെ ബൈത്തുക്കും എന്നുള്ളതിൽ സർവനാമം അവസാനത്തെ കും എന്നുള്ളതാണ് സർവനാമം. ആ കുന്ന് എന്ത് ചെയ്യാ, അത് മുഅന്നസാക്കുക. അപ്പൊ ബൈത്തു കുന്ന. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ബൈത്തു കുന്ന ചോദിക്കുമ്പോ സ്ത്രീകളോടായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ബൈത്തുക്കുന്ന് ചോദിക്കുന്നത് ആണുങ്ങളോടാ ചോദിക്കുന്നത്. അപ്പൊ ബൈത്തുക്കുന്നാന്ന് ചോദിക്കുമ്പോ എന്താ, അത് സ്ത്രീലിംഗായി. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ആള് സ്ത്രീകളായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ലാസ്റ്റിലുള്ളത് യാ ഇഹ്വാനു, ഇവിടെ സഹോദരങ്ങളാ, അതെന്താക്കണം, നമ്മള് സ്ത്രീലിംഗാക്കണം. യാ ഇഹ്വാനു. ഇനി അടുത്ത വായിച്ചോളി. 1. ഐന ഹുക്കും യാ ഇഖ്വാൻ. ഇഹ്വാനു, സഹോദരങ്ങളെ, നിങ്ങളുടെ സഹോദരൻ ഐന അഹൂകുന്ന. ഐന അഹൂകുന്ന. യാ അഖവാത്തു. നിങ്ങളുടെ സഹോദരിമാരെ, നിങ്ങളുടെ സഹോദരൻ എവിടെയാണ്? 2. ഐന മുദർരിസത്തുക്കും യാ ഇഖ്വാൻ. അവിടെ ആരാവിടെ മുദർരിസത്തുക്കും ഐന മദ്റസത്തുക്കും യാ ഇഖ്വാനു. യാ ഇഖ്വാൻ. ഐന മദ്റസത്തുക്കും യാ ഇഖ്വാനു. ഐന മദ്റസത്തുകുന്ന യാ അഖവാത്തു. യാ അഖവാത്തു. ഐന മദ്റസത്തുകുന്ന യാ അഖവാത്തു. അഖവാത്തു. ഐന മദ്റസത്തുക്കും ഇഖ്തിബാറുക്കും യാ ഇഖ്വാൻ. അടിക്ക് ഞാൻ പറയുമ്പോ വായിച്ചാ മതിയെ. ഐന മദ്രസത്തുക്കും യാ ഇഖ്വാനു പറഞ്ഞ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? അത് സ്ത്രീലിംഗം ആക്കുമ്പോ ഐന മദ്റസത്തുകുന്ന യാ അഖവാത്തു. യാ അഖവാത്തു. നിങ്ങളുടെ സഹോദരിമാരെ, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? ഇനി 3. മതാ ഇഖ്തിബാറുക്കും യാ ഇഖ്വാൻ. ഇഖ്വാൻ. മതാ അഖ്ബാറകുന്ന. മതാ ഇഖ്തിബാറുക്കും യാ ഇഖ്വാൻ. ഇഖ്തിബാറുക്കും യാ ഇഖ്വാനു. മത്താ ഇഖ്തിബാറുകുന്ന യാ അഖവാത്തു. ആരാണ് അഖ്തിബാറുക്കും വായിക്കുന്നത്? അഖ്തിബാറുക്കും ആരാ വായിക്കുന്നത്? അഖ്തിബാറുക്കും ആരാ വായിക്കുന്നത്? ഇഖ്തിബാറുകുന്ന. അഖ്തിബാർ എന്നല്ല, ഇഖ്തിബാറുക്കും. ഇഖ്തിബാറുകുന്ന. ഇഖ്തിബാറുകുന്ന. മത്താ ഇഖ്തിബാറുകുന്ന യാ അഖവാത്തു. സഹോദരിമാരെ, നിങ്ങളുടെ എക്സാം എപ്പോഴാണ്? ഇനി 4. അഹാദ അമ്മിക്കും യാ ഇഖ്വാനു. അമ്മിക്കും എന്നല്ല, അമ്മുക്കും. അമ്മിക്കും എന്ന് വായിക്കാൻ കാരണം എന്താണ് അവിടെ? ആരാ അമ്മിക്കും എന്ന് വായിച്ചത്? ഞാനേ. അത് വായിക്കുന്ന എന്താണ് ഇവിടെ? എന്തുകൊണ്ടാ വായിക്കുന്നത്? കെസറ് കൊടുക്കാനുള്ള ഒരു കാരണവും ഇല്ലല്ലോ അവിടെ. അത് ശരിയാ. ശരിയല്ല, ഇനി അങ്ങനെ വായിക്കരുത്. അമ്മുക്കും യാ ഇഖ്വാനു. അതിന് സ്ത്രീലിംഗം അമ്മുക്കും യാ ഇഖ്വാനു അല്ലേ? അഹാദിഹി ആണോ? അമ്മുകുന്ന യാ ഇഖ്വാത്തു. അപ്പൊ അധികണ്ടേ? സർവനാമം മാത്രം. അഹാദ അമ്മുകുന്ന. വേണ്ട, സർവനാമല്ലേ മാറ്റം പറഞ്ഞിട്ടുള്ളൂ. യാ അഖവാത്തു. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഹാദാന്ന് വരാൻ കാരണം എന്താണ്? ഇവിടെ അമ്മ ആരാണ്? അമ്മ എന്നുള്ളത് എന്താണ്? പുല്ലിംഗം. പുല്ലിംഗല്ലേ? അപ്പൊ ഇവിടെ ഹാദാന്ന് ഉദ്ദേശിക്കുന്നത് ഈ പുല്ലിംഗത്തിനല്ല സൂചിപ്പിക്കുന്നത്, ഈ അമ്മിനല്ല സൂചിപ്പിക്കുന്നത്. അപ്പൊ അമ്മിനെ സൂചിപ്പിക്കുമ്പോ അമ്മല്ലല്ലോ ഇവിടെ മാറ്റുന്നത്. അതായത് പിതൃ സഹോദരൻ എന്നാണ് അമ്മ. അപ്പൊ ഇവിടെ അമ്മത്തുക്കും എന്നാണെങ്കിലാണ് ഇവിടെ ഹാദിഹി എന്നാക്കേണ്ടത്. ഈ അമ്മനെ സൂചിപ്പിക്കുന്നത് എന്ത്? ഹാദാനെ സൂചിപ്പിക്കുന്നത് എന്തിനാണ്? അമ്മിനെയാണ്. അമ്മുക്കും, നിങ്ങളുടെ. അതിൽ നമ്മൾ സർവനാമം മാത്രമാണ് മാറ്റുന്നത്. ചോദിക്കുന്ന ആളെ മാത്രമാണ് മാറ്റുന്നത്. നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആളെ മാത്രം മാറ്റാനാ പറഞ്ഞത്.
അപ്പൊ ഇവിടെ അമ്മ എന്നുള്ളത് മാറ്റാൻ പറഞ്ഞിട്ടില്ല. അമ്മ ഉള്ളത് എന്താണ് അവിടെ പുല്ലിംഗായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഹാദാന്ന് സൂചിപ്പിക്കുന്നത് അമ്മിനെയാണ്. അപ്പൊ അമ്മ ഇവിടെ മാറുന്നില്ല. ഇവിടുത്തെ ചോദിക്കുന്ന ആള് മാത്രമാണ് മാറുന്നത്. നമ്മൾ സംസാരിക്കുന്ന ആള് മാത്രമാണ് മാറുന്നത്. അപ്പൊ അമ്മ ഇവിടെ പുല്ലിംഗായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഹാദ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ അമ്മത്താകുമ്പോഴാണ് ഇവിടെ ഹാദിഹിനാക്കേണ്ടത്. അപ്പൊ അഹാദ അമ്മക്കും യാ ഇഹ്വാനും. അത് സ്ത്രീലിംഗാക്കുമ്പോ അഹാദ അഹാദ അമ്മുകുന്ന അമ്മക്കുന്ന യാ അഖവാത്തു. 5 അബീക്കും അബൈത്തുക്കും അബീക്കും അബൈത്തുക്കും ആ അബൈത്തുക്കും ആ അബൈത്തുക്കും കരീബുൻ യാ ഇഖ്വാനു. ആ അത് അബൈത്തുകുന്ന കരീബുൻ യാ അഖവാത്തു. ആ ബൈത്തുക്കുന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വീട് കരീബുൻ അടുത്താണോ? ആ ബൈത്തുക്കുൻ കരീബുൻ നിങ്ങളുടെ വീട് അടുത്ത യാ ഇഹ്വാനു സഹോദരങ്ങൾ. അത് സ്ത്രീലിംഗാക്കുമ്പോ ആ ബൈത്തുക്കുന്ന കരീബുൻ യാ അഖവാത്തു. സഹോദരിമാരെ നിങ്ങളുടെ വീട് അടുത്താണ്. ഇനി 6 ഫി അയ്യി ഷഹരിൻ ഇഖ്തിബാറുക്കും യാ ഇഖ്വാനു. ഫി അയ്യി ഷഹരിൻ ഇഖ്തിബാറുകുന്ന യാ അഖവാത്തു. ഫി അയ്യി ഷഹരിൻ ഏത് മാസത്തിലാണ് ഇഖ്തിബാറുക്കും നിങ്ങളുടെ എക്സാം യാ ഇഖ്വാനു സഹോദരന്മാർ. അത് മാറ്റുമ്പോ ഫി അയ്യി ഷഹരിൻ ഇഖ്തിബാറുക്കുന്ന യാ അഖവാത്തു. സഹോദരിമാരെ നിങ്ങളുടെ എക്സാം ഏത് മാസത്തിലാണ്? ഫി അയ്യി പറഞ്ഞാൽ ഏതിൽ. അപ്പൊ ഇവിടെ ഷഹരിന്റെ അവിടെ കസ്ർ വരാൻ കാരണം എന്താണ്? അത് അയ്യ് വരുമ്പോ വരണ്ടേ? അയ്യ് വരുന്നതിന് ശേഷം കസ്ർ. അയ്യ് വരുന്നതിന് അയ്യ് വന്നതിനോണ്ട് അയ്യിക്ക് കസ്ർ വരാൻ കാരണം ഫി വന്നത് കൊണ്ട്. ഷഹറിന് കസ്ർ വരാൻ കാരണം അയ്യ് വന്നത് കൊണ്ട്. ഇനി അടുത്ത 4 ലോ ഫിൽ അമാക്കിനിൽ ഖാലിയത്തി ഫീമാ യലി ലമീറൻ മുനാസിബൻ ലിൽ അറിയില്ലെന്ന് പറഞ്ഞോ? കേട്ടില്ല കേട്ടോ പറഞ്ഞത്. ലോ ഫിൽ അമാക്കിനിൽ ഖാലിയത്തി ഫീഹാ യലി ലമീറൻ ലോ ഫിൽ അമാക്കിനിൽ ഖാലിയത്തി ഫീമാ യലി താഴെയുള്ളതിൽ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്താ ചെയ്യാ വെക്കുക എന്ത് ലമീറൻ മുനാസിബൻ ലിൽ മുഖാത്തബി. അതായത് അഭിസംബോധന ചെയ്യുന്ന അതായത് ലൊമീറൻ മുനാസിബൻ അനുയോജ്യമായ ലൊമീർ വെച്ച് ലിൽ മുഹാത്തബി അഭിസംബോധന ചെയ്യുന്ന, അതായത് നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ, അതായത് സെക്കൻഡ് പേഴ്സൺ പറയുമ്പോൾ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാണ് നമ്മൾ സെക്കൻഡ് പേഴ്സൺ പറയാം. അപ്പൊ അഭിസംബോധന ചെയ്യുന്ന ആളുടെ അനുയോജ്യമായ സർവനാമം വെച്ച് ഒഴിഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അപ്പൊ അഭിസംബോധന ചെയ്യുന്ന ആളൊന്നെങ്കിൽ നീ, നിങ്ങളാണ്. ഒന്നെങ്കിൽ നീ ഒരാണായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും, അല്ലെങ്കിൽ അൻതും, നിങ്ങൾ, അൻതും അല്ലെങ്കിൽ അൻതുന്ന. ഈ സർവനാമം വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് പേഴ്സണിന്റെ ലൊമീർ ഏതൊക്കെയാണ്? അൻത, അൻതും, അൻതി, അൻതുന്ന. ഇത് നമ്മുടെ മുമ്പിലുള്ള ആളാണ്, അഭിസംബോധന ചെയ്യുന്ന ആളുടെ ലൊമീർ ആണ്. ഇപ്പൊ ഹുവ, ഹിയ എന്നൊക്കെ പറയണെങ്കിൽ അത് നമ്മളെ മുന്നിലില്ല, ഹാജരല്ല. ഓരെന്താണ്? തേർഡ് പേഴ്സൺ ആണ്. നമ്മളിവിടെ ഹാജറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹുവ, അവൻ, അവൾ എന്ന് പറയുന്നത്. നമ്മളെ മുന്നിലുള്ള ആളായതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നിങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അൻത, അൻതും, അൻതി, അൻതുന്ന ഈ ലൊമീറുകൾ സർവനാമം വെച്ചിട്ട് എന്ത് ചെയ്യാ? ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പൊ എന്താണ്? ഒന്നാമത്തെ വായിച്ചോളി. അൻത മുസ്ലിം. അൻത മുസ്ലിമുൻ. അൻത മുസ്ലിമുൻ. നീ മുസ്ലിം ആണോ? 2 അൻതി മരീളത്തുൻ. അൻതി മരീളത്തുൻ. നീ രോഗിയാണോ? 3 അൻതി മരീളത്തുൻ. അൻതുന്ന തൊബീബാത്തുൻ. നിങ്ങൾ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഇവിടെ അൻതുന്ന വരാൻ കാരണം എന്താ? തൊബീബാത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗ ബഹുവചനാണ്. അതുകൊണ്ടാണ് അൻതുന്ന. ഇനി അടുത്ത 4 അൻതും തുജാറുൻ. അൻതും തുജാറു. നിങ്ങൾ കച്ചവടക്കാർ ആണോ? 5 അൻതി ബിൻതുൽ മുദരിസി. അൻതി ബിൻതുൽ മുദരിസി. നീ അധ്യാപകന്റെ മകളാണോ? 6 അൻതുന്ന അഖവാത്തു അബ്ബാസിൻ. അൻതുന്ന അഖവാത്തു അബ്ബാസിൻ. നിങ്ങൾ അബ്ബാസിന്റെ സഹോദരിമാർ ആണോ? 7 അൻതും തുല്ലാബുൻ. അൻതും തുല്ലാബുൻ. നിങ്ങൾ വിദ്യാർത്ഥികൾ ആണോ?
ഇനി അടുത്തത് 5 ലോ ഫിൽ അമാക്കിനിൽ ഹാലിയത്തി ഫിൽ ജുമലിൽ ആത്തിയത്തി ളമീറൻ മുത്തസിലിൽ മുഹാത്തബി ലോ ഫിൽ അമാക്കിനിൽ ഹാലിയത്തി ഫിൽ ജുമലിൽ ആത്തിയത്തി താഴെയുള്ള സെന്റൻസുകളിൽ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക ലൊമീറൻ മുത്തസില ചേർന്ന് വരുന്ന ലൊമീറുകൾ ലിൽ മുഹാത്തബി നമ്മളിപ്പോ എന്താണ് നേരത്തെ പഠിച്ച ലൊമീർ ഏതാണ് ഇപ്പൊ പറഞ്ഞ ലൊമീർ അത് വേർപെട്ട് വരുന്നതാണ് അതായത് അത് ഒറ്റക്ക് വരുന്നത് ഇപ്പോൾ എന്താ വെച്ചെടുക്കേണ്ടത് ചേർന്ന് വരുന്ന ലൊമീർ അതായത് അഭിസംബോധനം ചെയ്യുന്ന ആള് അഥവാ സെക്കൻഡ് പേഴ്സണിന്റെ ചേർന്ന് വരുന്ന ലൊമീറുകൾ അഥവാ പൊസസീവ് പ്രോനൗൺസ് വെച്ച് ചേർന്ന് വരുന്നത് അതായത് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന ഇതാണ് വെച്ച് അത് ഏതൊക്കെയാണ് ക കും കി കുന്ന ആ അപ്പൊ ഇത് അനുയോജ്യമായ സ്ഥലത്ത് എന്ത് ചെയ്യാ വെച്ച് കൊടുക്കുക അപ്പൊ എന്നാ വായിച്ചോളൂ ഒന്നാമത്തത് أين بيتكم يا അയിന إخوان ബൈത്തുക്കും യാ ഇഖ്വാൻ. അയിന ബൈത്തുക്കും യാ ഇഹ്വാനു സഹോദരന്മാരെ നിങ്ങളുടെ വീട് എവിടെ അപ്പൊ ഇവിടെ സഹോദരന്മാരാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും അതെന്താണ് ബഹുവചനാണ് പിന്നെ അതെന്താണ് പുല്ലിംഗമാണ് അപ്പൊ എന്താണ് ബൈത്തുക്കും അപ്പൊ നിങ്ങൾ സെന്റൻസ് നല്ല ശ്രദ്ധിക്കുക കേട്ടോ ഇനി 2 അഹാദാ കിതാബുക യാ ഹാമിദു. كتابك ഹഹാദാ കിതാബുക യാ ഹാമിദൂൻ ഹാമിദ് ഇത് നിന്റെ പുസ്തകമാണോ ഇനി 3 സാഅത്തുക്കി جميلة ജമീലത്തു യാ ലൈല. സാഅത്തുക്കി ജമീലത്തു യാ ലൈല ലൈല നിന്റെ വാച്ച് ഭംഗിയുള്ളതാണ് അപ്പൊ ഇവിടെ സാഅത്തുക്കി വരാൻ കാരണം എന്താ ഇവിടെ സ്ത്രീലിംഗാണ് ലൈല, ലൈല എന്നുള്ളത് പിന്നെ അതെന്താണ് ഏകവചനമാണ് അപ്പൊ ഏകവചനമാണ്. സാഅത്തുക്കി ഇനി 4 من أبوك كنا يا أخوات അബൂകുന്ന യാ അഖവാത്തു. أخوات മൻ അബൂ കുന്ന യാ അഹ്വാത്ത് ഇവിടെ അഹ്വാത്താണ് സ്ത്രീലിംഗ ബഹുവചനാണ് അപ്പൊ ഇവിടെ എന്തേക്കണോ അബൂ കുന്ന മൻ അബൂ കുന്ന യാ അഹ്വാത്തു സഹോദരിമാരെ നിങ്ങളുടെ ഉപ്പ ആരാണ് 5 ما اسمك മാസ്മുക്കി യാ സയ്യിദത്തി. മസ്മുക്ക മസ്മുക്കി മസ്മുക്കി മസ്മുക്ക മസ്മുക്കി يا سيدتي നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് അഹിയല്ലേ യാ അഹി എന്നിട്ട് ഞങ്ങൾ എടുക്കണേ ആ مسمك യാ അഹി ഒരു അഹു. മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങളുടെ ടെക്സ്റ്റില് ഫസ്റ്റത്തെ സയ്യിദത്തി പിന്നെ സെക്കൻഡ് ആ, രണ്ടാമത്തെ ശരി. സയ്യിദി നിങ്ങളുടെ രണ്ടുണ്ട്. ഓക്കെ ഇത് ടെക്സ്റ്റ് പഴയ ബുക്കിൽ ബുക്കാണ് നോക്കണ്ട ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ മതി അത് കാണൂല. സ്ക്രീനിൽ നോക്കിയാൽ മതിയെ മസ്മുക്ക മസ്മുക്ക യാ യാ അഹി ഇവിടെ അഹി. അഹി എന്നതിനെ കൊണ്ട് എന്താണ് മസ്മുക്ക മസ്മുക്ക മസ്മുക്ക. സഹോദര നിന്റെ പേര് എന്താണ് ഇനി 6 اسمك يا أختي ഉഹ്തി. يا سيدتي മസ്മുക്കി اسمك يا മസ്മുക്കി سيدتي ഉഹ്തി എന്നാണ് അപ്പൊ ഇവിടെ എന്താണ് സ്ത്രീലിംഗായി അപ്പൊ ഇവിടെ മസ്മുക്കി യാ ഉഹ്തി സഹോദരി നിന്റെ പേര് എന്താണ് അടുത്ത 7 ഉമ്മുക്കുന്ന ഫുള്ളായിട്ട് വായിക്കി ക്വസ്റ്റ്യൻ അല്ലേ കണ്ണട أم كنا في البيت ഫിൽ يا ബൈത്തി بنات യാ ബനാത്തു. ഉമ്മു കുന്ന ഫിൽ ബൈത്തി യാ ബനാത്തു പെൺകുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ ഉമ്മയുണ്ടോ അല്ല നിങ്ങളുടെ ഉമ്മ വീട്ടിലുണ്ടോ നിങ്ങളുടെ ഉമ്മ വീട്ടിലുണ്ടോ ഉമ്മ അപ്പം കുന്ന അല്ല ഇവിടെ ഇവിടെ പെൺകുട്ടികളോടല്ലേ ചോദിക്കുന്നത് അപ്പൊ ഉമ്മു കുന്ന എന്നല്ലേ വേണ്ടത് ഉമ്മു കുന്ന ഇവിടെ പെൺകുട്ടികളില്ല. നിങ്ങളിൽ എന്താ ഓക്കെ പെൺകുട്ടികളില്ല. അല്ല നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് بيتي മുക്കിൽ ബൈത്തിന്ന് മാത്രമേ ഉള്ളൂ. ഏതാ പറഞ്ഞത് എന്നാ അത് വിട്ടുപോയതേക്കും أم അപ്പൊ ഉമ്മു കുന്ന ഫിൽ ബൈത്തി യാ ബനാത്തു പെൺകുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ ഉമ്മയുണ്ടോ നിങ്ങളുടെ ഉമ്മ വീട്ടിലുണ്ടോ അടുത്ത 8 അസ്മാഉ أسماؤكم يا إخوان മാസ്മാക്കും യാ ഇഹ്വാനോ സഹോദരന്മാരെ നിങ്ങളുടെ പേരുകൾ എന്താണ് ഇനി അടുത്ത 6 ലോ ഫിൽ അമാക്കിനിൽ ഖാലിയത്തി ഫീമാ യലി ലമീറൻ മുനാസിബൻ ലിൽ മുതകല്ലിം അതായത് ലോ ഫിൽ അമാക്കിനിൽ ഖാലിയത്തി ഫീമാ താഴെയുള്ളതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നത് ലമീറൻ മുനാസിബ അനുയോജ്യമായ സർവനാമ ലിൽ മുത്തകല്ലിമി മുത്തകല്ലിമ പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ അതായത് ഞാന് ഞങ്ങൾ എന്ന് പറയില്ലേ
അനാ നഹനു അതിനാണ് ഫസ്റ്റ് പേഴ്സൺ. നഹനു ഞങ്ങൾ പറയുന്നത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നമ്മളോട് തന്നെ പറയുന്നത്. അന എന്നുള്ളത് നമ്മളോട് തന്നെ പറയുന്നത്. അപ്പൊ അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ അനാ നഹനു എന്നുള്ളത് എന്താ മുത്തക്കല്ലിം സംസാരിക്കുന്ന ആള്. അപ്പൊ അനാ നഹനു എന്നുള്ള അനുയോജ്യമായ ലൊമീർ എന്താ ചെയ്യുക താഴെയുള്ള സ്ഥലത്ത് ഫില്ല് ചെയ്യുക. അപ്പൊ എന്താണ് ഇവിടെ ഒന്നിലെന്താ വരാ ഒന്ന് അന മുസ്ലിമുൻ. അന മുസ്ലിം നഹനു വരാത്തതിന്റെ കാരണം എന്താണ് ഇവിടെ മുസ്ലിമൂന എന്ന് വന്നാലേ നഹനു എന്ന് വരുള്ളൂ. അത് അടുത്തതിലുണ്ടല്ലേ. അപ്പൊ അന മുസ്ലിമുൻ രണ്ട് നഹ്നു മുസ്ലിമൂന. മൂന്ന് അന മുസ്ലിമത്തുൻ. ആ നഹ്നു മുസ്ലിമാത്തുൻ. ആ അഞ്ച് നഹ്നു മുസ്ലിമാത്തുൻ. നഹ്നു ബനാത്തുൽ മുദീരി. ബനാത്തുൽ മുദീരി. നഹ്നു ബനാത്തുൽ മുദീരി. നഹനു ബനാത്തുൽ മുദീരി. നഹനു ബനാത്തുൽ മുദീരി. അന അന ഇബ്നുൽ ബിനുൽ മുദർരിസി. അന ബിനുൽ മുദർരിസി. നഹ്നു തുല്ലാബ്. നഹ്നു തുല്ലാബു. നഹനു തുല്ലാബു. അന മരീവത്തുൻ. അന മരീലത്തു ഞാൻ രോഗ്യാണ്. അപ്പൊ ഇവിടെ എന്താണ് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനൊക്കെ എന്താണ് അനാ നഹനു ആണ് ഉപയോഗിക്കുക. ഒരു ഏകവചന പുല്ലിംഗ ആണെങ്കിലും സ്ത്രീലിംഗ ആണെങ്കിലും അവിടെ അന എന്നാണ് ഉപയോഗിക്കുക. ഇനി ബഹുവചന സ്ത്രീലിംഗ ആണെങ്കിലും പുല്ലിംഗ ആണെങ്കിലും അവിടെ നഹനു എന്നാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത ഇക്റ വക്തു താഴെയുള്ള സെന്റൻസ് വായിച്ചോളി. ذهب أبي إلى القاهرة قبل أسبوع. ദഹബ അബി ഇലൽ കാഹിറത്തി. ഉപ്പ എന്ത് ചെയ്ത് എന്റെ ഉപ്പ കൈറോയിലേക്ക് പോയി. എപ്പോ കബല ഉസ്ബൂഇ ഒരാഴ്ചക്ക് മുമ്പ്. കഴിഞ്ഞാലല്ല ഒരാഴ്ചക്ക് മുമ്പ്. കബില എന്ന് പറഞ്ഞാൽ മുമ്പ്. ഉസ്ബൂന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് മുമ്പ് എന്റെ ഉപ്പ കൈറോയിലേക്ക് പോയി. ഇനി രണ്ട് വേറെ ആരെങ്കിലും വായിക്കും. മത്ത ഖറജ്തു മിനൽ ഫസ്ലി യാ മുഹമ്മദ്. മത്ത കഴിഞ്ഞിട്ടൊന്ന് മത്ത ഹറജ്ത. മത്ത ഹറജ്ത മിനൽ ഫസ്ലി യാ മുഹമ്മദ്. മുഹമ്മദേ നീ ക്ലാസ്സിൽ നിന്ന് എപ്പോഴാണ് പുറപ്പെട്ടത്? അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ ഇതെന്താണ്? ഹറജ്തു ബാദ ദർസി. ഞാൻ പുറപ്പെട്ടത് ബാദ ദർസി ആഫ്റ്റർ ദി ചാപ്റ്റർ. പാഠഭാഗത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഞാൻ പുറത്തേക്ക് പോയത്. ബാദ ആഫ്റ്റർ ശേഷമാണ്. അടുത്തത് 3. ذهبت إلى المسجد قبل الأذان. ദഹബത്തു പറഞ്ഞ എന്താണ്? ഞാൻ പോയി. ഞാൻ പോയി. ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. കബലൽ ആദാനി ബാങ്കിന്റെ മുമ്പ് എന്ത് ചെയ്ത്? ഞാൻ പള്ളിയിലേക്ക് പോയി. ആദാന് പറഞ്ഞാല് ബാങ്ക്. 4. ذهب അമ്മുക്കി إلى الرياض يا آمنة. ആമിനത്തു قبل الشهرين. ദഹബ കബല ശരി. മത്ത ദഹബ അമ്മുക്കി ഇല റിയാദ് യാ ആമിനത്തു. ആമിന നിന്റെ പൃഥ്വി സഹോദരൻ എപ്പോഴാണ് റിയാദിലേക്ക് പോയത്? അപ്പൊ എന്താണ്? ദഹബ കബില ഷഹരി. അദ്ദേഹം പോയത് എപ്പോഴാ? ദഹബ അദ്ദേഹം പോയി അല്ലെങ്കിൽ അവൻ പോയി കബില ഷഹരിൻ ഒരു മാസത്തിന് മുമ്പ് പോയി. 5. അബഅദ സ്വലാത്തി ذهبت إلى المطعم. നിങ്ങളിൽ സാറിൽ ഏതെങ്കിലും കുഴപ്പമില്ല. ആ ബാദ സ്വലാത്തി നമസ്കാരത്തിന് ശേഷമാണോ നീ പോയാൽ ക്യാൻറ്റീനിലേക്ക്? അപ്പൊ ഇനി ബാദ എന്നാണെങ്കിൽ എന്താണ്? അല്ല കബില എന്നാണെങ്കിൽ ആ കബില സ്വലാത്തി നമസ്കാരത്തിന് മുമ്പാണോ റഹബത്താനി പോയത് ഇലൽ മത്താമി ക്യാൻറ്റീനിലേക്ക്? അപ്പൊ എന്താണ്? ഇവിടെ എന്താ പറയല? ദഹബ്തു പറഞ്ഞ ഞാൻ പോയത് എപ്പോഴാണ്? ബാദ സ്വലാത്തി നമസ്കാരത്തിന് ശേഷമാണ്. ഇനി കബില എന്നാണെങ്കിൽ നമസ്കാരത്തിന് മുമ്പാണ് ഞാൻ പോയത്. അപ്പൊ ഇനി ഇവിടെ ആ ബാദ സ്വലാത്തിനാണ് നമസ്കാരത്തിന് ശേഷമാണോ ദഹബത്ത് നീ പോയത് ഇലൽ മത്താമി ക്യാൻറ്റീനിലേക്ക്? അപ്പൊ ഞാൻ പോയത് ബാദ സ്വലാത്തി നമസ്കാരത്തിന് ശേഷമാണ്.
അല്ലെങ്കിൽ കബില എന്നാണെങ്കിൽ കബില സ്വലാത്തി, നമസ്കാരത്തിന് മുമ്പാണ് ഞാൻ പോയത്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ദഹത്ത എന്നുള്ളത് എന്താണ്? ഏകവചനാണ്. അതിന്റെ ബഹുവചനാണ് ദഹത്വം. ദഹത്തി എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനമാണ്. ഇവിടെ മേലെ ദഹത്ത എന്നുള്ളത് പുല്ലിംഗ ഏകവചനം, ഇവിടെ ഉള്ളത് സ്ത്രീലിംഗ ഏകവചനം. ദഹത്തി അതിന്റെ സ്ത്രീലിംഗ ബഹുവചനാണ് എന്ത്? ദഹത്തുന്ന. ഇനി അന എന്നുള്ളത് എന്താണ്? ഒരു സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും അന എന്നാണ് ഉപയോഗിക്കുക. അതിന്റെ ബഹുവചനാണ് എന്ത്? നഹനു, ഞങ്ങൾ. നഹനു ദഹബന, ഞങ്ങൾ പോയി. അന ദഹത്തു, ഞാൻ പോയി. ഓക്കെ അല്ലേ? ഇതിൽ ഇനി എന്ത് കിട്ടാണ്ടോ? കപില എന്ന് പറഞ്ഞാല് മുമ്പ്, ബാധ പറഞ്ഞ ശേഷം, കൈഫ ഉള്ളത് ഹൗ എങ്ങനെ, മത്ത വെൻ എപ്പോൾ, ഉസ്ബു വീക്ക് ആഴ്ച, ഷഹർ മന്ത് മാസം, ആദാന് ബാങ്ക്, സ്വലാത്ത് നമസ്കാരം, റജ അവൻ മടങ്ങി, ഇഖ്തിബാറുൻ എക്സാമിനേഷൻ. ഇവിടെ ലൊമായറുൽ മുൻഫസില. മുൻഫസില എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചേർന്ന് വരുന്നതല്ല, വേർപെട്ട് വരുന്നത്. ആ ലൊമിയർ എന്തായത്? ഒറ്റക്ക് വരുന്നത്. അതായത് ഹുവ തോലിബുൻ, അവൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. ഹും തുല്ലാബുൻ, അവർ വിദ്യാർത്ഥികളാകുന്നു. ഇങ്ങനെ വേർപെട്ട് വരുന്നതിനാണെന്ന് പറയാം മുൻഫസില, ലൊമായറുൽ മുൻഫസില. ഹുവ ഹിയ ഇത് ചേർന്നിട്ടല്ല വരുന്നത്. ആണോ? ചേർന്നിട്ടാണ് വരുന്നെങ്കിൽ ഇവിടെ ാണ് വരാം. ചേർന്നിട്ട് ഇവിടെ എന്താണ്? വേർപെട്ടിട്ടാ വരുന്നത്. ഹുവ എന്നുള്ള സർവനാമം ഒറ്റക്കാണ് വരുന്നത്. അപ്പൊ അതിനാണ് പറയുന്നത് മുൻഫസില. ഹുവ എന്നുള്ളതിന്റെ ബഹുവചനം ഹും, ഹിയ എന്നുള്ളതിന്റെ ബഹുവചനം ഹുന്ന, അവൾ. അൻത നീ ഒരാണ്, അതിന്റെ ബഹുവചനം അൻതും, നിങ്ങൾ കുറെ ആണുങ്ങൾ. അൻതി നീ ഒരു പെണ്ണ്. അൻതുന്ന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ. അന ഞാൻ, നഹനു ഞങ്ങൾ. അത് രണ്ട് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും സെയിം ആണ് ഉപയോഗിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് അൻതുന്ന അജിബ് അനിൽ അസ്ഇലത്തിലാത്തിയ. അതില് അൻതുന്ന ചോദിക്കണത് എന്താ? അൻതുന്ന നിങ്ങൾ ആരാണ്? അപ്പൊ നഹനോ ഞങ്ങൾ എന്താണ്? നഹനു മുസ്ലിം. അൻതുന്ന ശരിക്ക് സ്ത്രീലിംഗല്ലേ? അൻതുന്ന സ്ത്രീലിംഗാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ പറയാം. അപ്പൊ നമ്മളിങ്ങനെ പറയണേ നഹനു മുസ്ലിമാത്തുൻ, നഹനു തോലിബാത്തുൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡൗട്ട് വെച്ചില്ലേനോ? കൈഫ ഹാലുക്കും എന്ന് ചോദിച്ചെടുത്ത് അത് പെണ്ണുങ്ങളും ആണുങ്ങളും മിക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്ന്? അപ്പൊ മിക്സ്ഡ് ആയിട്ട് കോമൺ ആയിട്ട് പറയണമെങ്കിൽ കൈഫ ഹാലുക്കും എന്ന് കോമൺ ആയിട്ട് ചോദിച്ചാൽ മതി. പെണ്ണുങ്ങളും ആണുങ്ങളും മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി പെണ്ണുങ്ങൾ മാത്രമാണ് ഉണ്ടെങ്കിൽ ഓരോട് സെപ്പറേറ്റ് ആയിട്ട് കൈഫ ഹാലുക്കും. ആണുങ്ങൾ മാത്രമാണെങ്കിൽ കൈഫ ഹാലുക്കും. ഇനി കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ടാണെങ്കിൽ കൈഫ ഹാലുക്കും. നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ ആരാണ്? അപ്പൊ ഉത്തരത്തില് നെഹ്നു മുസ്ലിമാത്തുന്ന് വരണം അല്ലെ? പെണ്ണുങ്ങളോടല്ലേ ചോദിക്കുന്നത്. അപ്പൊ പെണ്ണുങ്ങളല്ലേ ഉത്തരം പറയുന്നത്. അപ്പൊ അത് നമ്മളെന്താണോ അത് മുഅന്നസായിട്ട് പറയണം, സ്ത്രീലിംഗം ആക്കിയിട്ട്. ഇനി വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ദർസു സാദിസ അശറ. സാദിസ അശറ പറഞ്ഞ 16th ചാപ്റ്റർ. ഇത് പറയല്ലേ? അതായത് ഇതില് പഠിക്കാനുള്ളത് അറബിയില് നൗണ് ഇസ്മുകൾ ഉണ്ട്. അത് രണ്ട് തരം ഉണ്ട്. ഒന്ന് ബുദ്ധി ഉള്ളത്, ഒന്ന് ബുദ്ധി ഇല്ലാത്തത്. ബുദ്ധി ഉള്ളത് പറഞ്ഞാല് ഹ്യൂമൻ ബീങ്സിനെ പറയുന്നതാണ്. ഹ്യൂമൻ ബീങ്സിന് മനുഷ്യന്മാരെ പേരിന് പറയുന്നതാണ് എന്ത്? ബുദ്ധിയുള്ളവരെന്ന്. അതായത് ബുദ്ധിയുള്ളവർ ആർക്ക് പറയാ? അറബിയിൽ രണ്ട് തരം നൗണ് രണ്ട് തരം ഉണ്ട്. ഒന്ന് ബുദ്ധി ഉള്ളത്, ഒന്ന് ബുദ്ധി ഇല്ലാത്തത്. ബുദ്ധി ഉള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്മാരതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബുദ്ധി ഇല്ലാത്തത് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ബുദ്ധി ഇല്ലാത്ത സാധനങ്ങൾ പറഞ്ഞാൽ ജീവനില്ലാത്തത് പറയില്ല. നമ്മളെ പെണ്ണ് ബുക്കൊക്കെ ഉണ്ടാവില്ല, ബുദ്ധി ഇല്ലാത്തത്. പിന്നെ മൃഗങ്ങള്, അതൊക്കെ എന്താണ്? ബുദ്ധി ഇല്ലാത്തതിലാ പെടും. അങ്ങനെ രണ്ട് തരം ഇസ്മുകളാണ് എന്തുള്ളത്? അറബിയിലുള്ളത്. ഒന്ന് ബുദ്ധിയുള്ളതും ഒന്ന് ബുദ്ധി ഇല്ലാത്തതും. ആ ബുദ്ധിയുള്ളത് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് പറയുന്നതാണ്, ഹ്യൂമൻ ബീങ്സിന്.
പിന്നെ ബുദ്ധി ഇല്ലാത്തത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൃഗങ്ങള്, ജീവനില്ലാത്ത സാധനങ്ങൾ, അതിനാണ് ബുദ്ധി ഇല്ലാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രണ്ട് തരം ഇസ്മുകളുണ്ട്, നാമങ്ങളുണ്ട്. അപ്പൊ ഇതില് അങ്ങനെ രണ്ട് തരം ഇസ്മുകളുണ്ട്. അപ്പൊ ഈ നമ്മളിപ്പോ ഹാദ, ഹാദിഹി എന്നൊക്കെ പഠിച്ചില്ലേ? ഹാദ, ഹാദിഹി. അപ്പൊ ഈ ബുദ്ധിയുള്ള ഇസ്മുകളുടെ കൂടെ ബഹുവചനമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താ പറയാ? ഹാദ തോലിബുൻ, അതൊരു വിദ്യാർത്ഥിയാകുന്നു. ഹാദ തോലിബുൻ, അതൊരു വിദ്യാർത്ഥിയാക്കുന്നു. അപ്പൊ നമ്മളത് എന്താ പറയാ? ബഹുവചനാക്കി ആ അല്ല, ആര് പറയണ്ട, ഞാൻ പറയുന്നതരാം, നിങ്ങൾക്ക് പറയാൻ അവസരം തരും. അപ്പൊ അത് ബുദ്ധിയുള്ളതിന്റെ കൂടെ നമ്മൾ ഹാദ തോലിബുൻ എന്ന് പറയുമ്പോ അത് ബഹുവചനാക്കി പറയുമ്പോ തോലിബുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ് എന്ത്? തുല്ലാബുൻ. അപ്പൊ അതിന്റെ കൂടെ എന്ത് കൊടുക്കണം? ഒരു ഇത് കൊടുക്കണം, ഇസ്മുൽ ഇഷാറ. അപ്പൊ എന്താണ് ഇവിടെ തുല്ലാബുൻ എന്നുള്ളത് ബഹുവചനായത് കൂടെ അതിന്റെ എന്താക്കണം? ഈ ബഹുവചനമാക്കണം. അപ്പൊ ഹാദ എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഹാഉലായി തുല്ലാബുൻ. ഓക്കെ അല്ലേ? അപ്പൊ ഹാദ തോലിബുൻ, തോലിബുൻ എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള നാമാണ്, ബുദ്ധിയുള്ള നാമമാണ്. അപ്പൊ അതിന്റെ കൂടെ അത് ബഹുവചനമാക്കുമ്പോ അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഹാഉലായി എന്നാണ്. ഇനി അടുത്തത് കിതാബുൻ. കിതാബുൻ എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്തതാണ്. കിതാബു പുസ്തകം, ഇതൊരു ബുദ്ധി ഇല്ലാത്ത നാമാണ്. അപ്പൊ ഹാദ കിതാബുൻ, ഇത് ഒരു പുസ്തകമാകുന്നു. അപ്പൊ കിതാബിനെ ബഹുവചനമാക്കുമ്പോൾ എന്താവും? കിതാബ് എന്നുള്ളത് കുത്തുബുൻ എന്നാകും. കുത്തുബുൻ എന്ന് പറയുമ്പോ ഹാവുലായി കുത്തുബുൻ എന്ന് പറയില്ല, മറിച്ച് എന്താ പറയാ? സ്ത്രീലിംഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് എന്തിനു ഉപയോഗിക്കുക? ബഹുവചനത്തിന്റെ കൂടെ, ബുദ്ധി ഇല്ലാത്തതിന്റെ കൂടെ ഉപയോഗിക്കുക. ഹാദിഹി കുത്തുബുൻ. അതായത് ഇവിടെ ബുദ്ധി ഇല്ലാത്ത പേരിന്റെ കൂടെ ഉപയോഗിക്കുമ്പോ എന്ത് പറയില്ല? ബഹുവചനത്തിന്റെ കൂടെ ഹാവുലായിന്നോ ഉലായിക്ക എന്നോ അതൊന്നും പറയില്ല, മറിച്ച് എന്താണ്? സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഇതാണ് എന്തോ ഉപയോഗിക്കുക? ബഹുവചനത്തിന്റെ കൂടെ ബുദ്ധി ഇല്ലാത്ത നാമത്തിന്റെ കൂടെ ഉപയോഗിക്കുക. അഥവാ ഹാദിഹി തുല്ലാബുൻ, അല്ല സോറി, ഹാദിഹി കുത്തുബുൻ എന്നാണ് പറയാ, ഹാവുലായി കുത്തുബുൻ എന്ന് പറയില്ല. മനസ്സിലായോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തരാം. റിപ്പീറ്റ് ചെയ്യണം. അറബിയിൽ രണ്ട് തരം നാമങ്ങളുണ്ട്. അതായത് ഇസ്മുകൾ നാമങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് ബുദ്ധിയുള്ളതും ഒന്ന് ബുദ്ധിയില്ലാത്തതും. ബുദ്ധിയുള്ളത് പറഞ്ഞാൽ മനുഷ്യന്മാരെ പേരുകളൊക്കെ എന്താണ്? ബുദ്ധിയുള്ളതാണ്. ബുദ്ധി ഇല്ലാത്തത് പറഞ്ഞാൽ നമ്മളെ ജീവനില്ലാത്ത കാര്യങ്ങൾ, പിന്നെ മൃഗങ്ങളുടെ പേരൊക്കെ എന്താണ്? ബുദ്ധി ഇല്ലാത്തതിലാ പെടാം. അപ്പൊ ഈ ബുദ്ധിയുള്ള പേരിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോ ഹാദ തോലിബുൻ, ഇതൊരു വിദ്യാർത്ഥിയാകുന്നു. അത് ബഹുവചനമാക്കുമ്പോ നമ്മൾ എന്താ പറയാ? ഹാദ എന്നുള്ളടത്ത് എന്താക്കും? ഹാവുലായി തുല്ലാബുൻ എന്നാകും. അത് കാരണം എന്താണ്? ഹാവുലായി ഉപയോഗിക്കുന്നത് എന്താണ്? തുല്ലാബ് ഒരു ജീവനുള്ളതായ, അതായത് ബുദ്ധിയുള്ളതായത് കൊണ്ടാണ്. ഇനി കിതാബ് എന്നുള്ളത് എന്താ? ഒരു ബുദ്ധി ഇല്ലാത്ത സാധനമാണ്. കിതാബ് പുസ്തകം എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്ത സാധനമാണ്. അപ്പൊ ഹാദ കിതാബുൻ, ഇതൊരു പുസ്തകമാകുന്നു. അപ്പൊ നമ്മളത് ബഹുവചനമാക്കി പറയുമ്പോ ഹാവുലായ കിതാബുൻ എന്ന് പറയില്ല, മറിച്ച് എന്താണ് പറയാ? ഹാദിഹി കുത്തുബുൻ. കാരണം എന്താണ്? കുത്തുബുൻ എന്നുള്ളത് എന്താണ്? കുത്തുബുൻ എന്നുള്ളത് എന്താണ്? ബുദ്ധിയില്ലാത്ത ഒരു ബുദ്ധിയില്ലാത്ത ഒരു നാമാണ്. അപ്പൊ അത് ബഹുവചനമാക്കി പറയുമ്പോ അതിന്റെ കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഏതാ ഉപയോഗിക്കേണ്ടത്? സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഏകവചന സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഉപയോഗിക്കേണ്ടത്. അഥവാ ഹാദിഹി കുത്തുബുൻ, ഹാദിഹി അക്ലാമുൻ എന്നാണ് ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇത് പാഠഭാഗം വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകവചനാണെങ്കിൽ ഹാദ തന്നെ യൂസ് ചെയ്യാനാ? ഏകവചനാണെങ്കിൽ ഹാദ കുത്തുബുൻ. അത് ബഹുവചനമാക്കുമ്പോഴാണ് പറയുന്നത്. ബഹുവചനമാക്കി പറയുമ്പോൾ എന്ത് ഉപയോഗിക്കാൻ പറ്റൂല? അവിടെ നമ്മള് നേരത്തെ ഹാവുലായി ഉപയോഗിച്ച പോലെ ഹാവുലായി ഉപയോഗിക്കാൻ പറ്റൂല. സ്ത്രീലിംഗ ഏകവചനത്തിന് കൂടെ എന്താണ് ഉപയോഗിക്കുക? അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഹാദിഹി കുത്തുബുൻ. ഓക്കെ അല്ലേ? അത് കൂടുതൽ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. അൽ മുദരിസു, അധ്യാപകൻ. ലിമൻ ഹാദിഹിൽ അക്ലാമു യാ മുഹമ്മദു, ഏ മുഹമ്മദ്, ആരുടേതാണ്? ലിമൻ എന്ന് പറഞ്ഞ എന്താണ്? ഉടമസ്ഥത പറയുന്നതാണ്, ഒരു പൊസിഷൻ പറഞ്ഞതാണ്. ആർക്കുള്ളതാണ്? ലിമൻ, ആർക്കുള്ളതാണ്? ഹാദിഹി അക്ലാമു, ഈ പേന.
യാ മുഹമ്മദ്, മുഹമ്മദ്, ഈ പേന ആർക്കുള്ളതാണ്? അപ്പൊ പേനകളിലല്ലേ? ഇവിടെ പേനകൾ പേനകൾ. കലമുൻ ജം അക്ലാമു, അക്ലാമുൻ. അപ്പൊ ഹാദിഹിൽ അക്ലാമു, ഈ പേനകൾ. അപ്പൊ ഇവിടെ എന്താണ്? കലമുൻ ജമ്മാണ് അക്ലാമൻ. അക്ലാം എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്ത പേരല്ല, അക്ലാം എന്നല്ലത്. ഉം. അപ്പൊ അക്ലാമ ബുദ്ധി ഇല്ലാത്തത്, അതിനോണ്ട് അവിടെ ഹാദിഹി എന്നാണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? അക്ലാമിന് എന്താ ഒരു ബുദ്ധി ഇല്ലാത്ത നാമാണ് എന്ത്? അക്ലാം എന്നുള്ളത്. അതുകൊണ്ട് അത് ബഹുവചനമായിട്ട് വരുമ്പോ അതിന്റെ കൂടെ സ്ത്രീലിംഗ ഏകവചനത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഹാദിഹി അഥവാ ഹാദിഹി. ലിമൻ ഹാദിഹിൽ അക്ലാമു യാ മുഹമ്മദു, മുഹമ്മദെ, ഈ പേനകൾ ആർക്കുള്ളതാണ്? അപ്പൊ മുഹമ്മദ് പറയാ, ഹിയ ലി, അത് എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് എന്റേതാണ്. അല്ല സോറി, അവ എന്റേതാണ്. ഹിയ എന്ന് പറയുമ്പോ അവ, ഇറ്റ് എന്നുള്ള അർത്ഥം. അവ ഉസ്താദെ, അധ്യാപകനെ, ഹിയ ലി, അത് എനിക്കുള്ളതാണ്, അവ എന്റേതാണ്. അൽ മുദ്ദരിസു, ഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഹിയ അവ, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്, ജിദ്ദൻ വളരെ, വെരി, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇനി അടുത്തത്, വഹാദിഹിൽ കുത്തുബുൽ ജദീദത്തു, വഹാദിഹിൽ കുത്തുബു, ഈ ഭംഗിയുള്ള ഈ പുതിയ പുസ്തകങ്ങൾ. വഹാദിഹിൽ കുത്തുബുൽ ജദീദ്, ഈ പുതിയ പുസ്തകങ്ങൾ. ഹിയ ലക, അത് അവ നിന്റേതാണോ? ഹിയ ലക പറഞ്ഞ അവ നിന്റേതാണ്. അപ്പൊ ഇവിടെ എന്താണുള്ളത്? അൽ കുത്തുബുൽ ജദീദത്ത് എന്നുള്ളത് എന്താണ്? പുതിയ പുസ്തകങ്ങൾ. പുല്ലിംഗ എന്താണ് ഒരു വിശേഷണം. നാമവിശേഷണം എത്ര കാര്യത്തിൽ യോജിച്ച് വരണമെന്ന് പറഞ്ഞേ? 4. 4 കാര്യത്തിൽ. അതൊന്നെന്താണ്? ഏകവചനമായിരിക്കണം. നമ്പർ, ജെൻഡർ, ജെൻഡർ, ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്, അവസാനത്തെ അടയാളം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ എന്തൊക്കെ കാര്യത്തിൽ ഇത് നാമവിശേഷനാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യത്തിലാണ് യോജിച്ച് വന്നത്? ഇത് വന്നില്ല, നമ്പർ വന്നില്ല, ഡെഫിനിറ്റില് യോജിച്ച് വന്ന, അവസാനത്തെ അടയാളത്തിൽ യോജിച്ച് വന്ന. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു നാമവിശേഷണം ആവുമ്പോ എന്ത് വേണം? അതിന്റെ എണ്ണത്തിൽ സെയിം ആവണം. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ജീവനില്ലാത്ത, ബുദ്ധി ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തേന്റെ ആവശ്യമില്ല, അതിന്റെ സിഫത്തിന് അഥവാ നാമവിശേഷണത്തിന്റെ എന്താ ആവശ്യമില്ല? ബഹുവചന ആവശ്യമില്ല. ബഹുവചനം അവിടെ വേണ്ട. അതായത് ഒരു ബുദ്ധി ഇല്ലാത്ത ബഹുവചനമാണെങ്കിൽ അതിന്റെ നാമവിശേഷണം എന്തിനു വേണ്ട? ബഹുവചനായിട്ട് പറയേണ്ട, ഏകവചനായിട്ട് പറഞ്ഞാൽ മതി. അത് ഇവിടെ മനസ്സിലാവാത്തവർക്ക് കേട്ടോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ബുദ്ധി ഇല്ലാത്തൊരു വസ്തുവാണ് കുത്തുബ് എന്നുള്ളത്. അപ്പൊ അതിന്റെ നാമവിശേഷണ ആയിട്ട് വരുമ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ എണ്ണത്തിൽ യോജിച്ച് വരുന്നോന്ന്. അപ്പൊ ഇവിടെ ഒരു ബുദ്ധി ഇല്ലാത്ത, കുത്തുബ് പറഞ്ഞ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു വസ്തുവാണ്, നാമാണ്. അപ്പൊ അതിന്റെ നാമവിശേഷണം പറയുമ്പോ എന്തിന്റെ ആവശ്യമില്ല? ബഹുവചനം ആക്കേണ്ട ആവശ്യമില്ല. അവിടെ ഏകവചനം മതി. കാരണം ഇത് ബുദ്ധി ഇല്ലാത്ത വസ്തു ആയതുകൊണ്ട് ഇവിടെ സ്ത്രീലിംഗ ഏകവചനം മതി. ഇവിടെ പിന്നെ സ്ത്രീലിംഗം, ഇവിടെ ജെൻഡറിൽ ഒത്തു വന്നിട്ടില്ല. പിന്നെ ഇവിടെ എന്താണ്? അൽ ജദീദത്തു അല്ല, സ്ത്രീലിംഗം അല്ല വന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ബഹുവചനായിട്ട് വരുമ്പോ എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ജംഉകളും മുഅന്നസാണ് അഥവാ സ്ത്രീലിംഗമാണ്. കുല്ലു ജംഇൻ മുഅന്നസ്, എല്ലാ ജംഉം എന്താണ്? സ്ത്രീലിംഗാണ്. അപ്പൊ എന്താണ്? ഇവിടെ അൽ കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ബഹുവചനാണ്. അപ്പൊ ഇവിടെ അൽ ജദീദത്തു സ്ത്രീലിംഗായിട്ട് വന്നു. പിന്നെ ഇവിടെ യോജിച്ച് വരാത്ത, എണ്ണത്തിൽ യോജിച്ച് വരാത്ത എന്താ കാരണം? ഇവിടെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് എന്ത് ഇവിടെ ജദീദത്ത് എന്നുള്ളത് എന്തായിട്ട് വരാത്തത്? ബഹുവചനായിട്ട് വരാത്തത്. അപ്പൊ ഇവിടെ എന്താ മതി? സ്ത്രീലിംഗ ഏകവചനം മതി. ബഹുവചനം ആക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നല്ലോണം മനസ്സിലാക്കി പോവണേ. കുറച്ച് തന്നെ കൺഫ്യൂഷൻ ആവും. അടുത്ത മുഹമ്മദ്. നോ, ഹിയ ലി ഹാമിദിൻ, അവ ആർക്കുള്ളതാണ്? ഹിയ ഇവിടെ ആരോടെ ചോദിച്ചത്? മുഹമ്മദിനോടൊക്കെ. അപ്പൊ മുഹമ്മദ് പറയല്ല, അല്ല, ഹിയ ലി ഹാമിദിൻ, അത് ഹാമിദിനുള്ളതാണ്. ലി എന്ന് പറഞ്ഞാല് പൊസഷൻ, ഉടമസ്ഥത പറയാണ്. ലി ഹാമിദിൻ, ഹാമിദിന്റേതാണ്. അപ്പൊ അൽ മുദരിസു, അധ്യാപകൻ. ഐന ദഫാത്തിറുക്കും, ദഫാത്തിറുക്കും, ഐന ദഫാത്തിറുക്കും, ദഫ്തറുൻ ജമ്മ ദഫാത്തിറു,
ഇനി യാ ഇഖ്വാനെ സഹോദരങ്ങളെ, നിങ്ങളുടെ നോട്ട് ബുക്സ് എവിടെയാണ്? നോട്ട് ബുക്സ് ദഫ്തറുൻ ജമ്മ ദഫാത്തിറുൻ. ഇവിടെ ഇവിടെ മസ്ജിദ് ദഫ്തറുൻ ജമ്മ ദഫാത്തിർ. അപ്പൊ ഇവിടെ അതിന്റെ ബഹുവചനം പറയുമ്പോൾ എന്തിടരുത്? തെൻവീൻ ഇടരുത്. ദഫാത്തിറുൻ എന്ന് പറയരുത്. ദഫാത്തിറു എന്നാണ് പറയേണ്ടത്, ദഫാത്തിറുൻ എന്ന് പറയരുത്. തെൻവീൻ ഇട്ട് വായിക്കരുത്. അയിന ദഫാത്തിറുക്കും യാ ഇഖ്വാനു. സഹോദരങ്ങളെ, നിങ്ങളുടെ നോട്ട്ബുക്സ് എവിടെയാണ്? അപ്പൊ ഇവിടെ നമ്മൾ ഒരു ദഫ്തറുൻ അതിന്റെ ജമ്മ മാത്രമായിട്ട് പറയുമ്പോൾ ദഫാത്തിറു എന്നാണ് പറയുന്നത്. ദഫാത്തിറുൻ എന്ന് പറയരുത്. അവിടെ തെൻവീൻ ഇല്ല. നിങ്ങളുടെ നോട്ട്ബുക്സ് എവിടെ? അപ്പൊ അലി പറയാം, അലിയു. ഹിയ ഹുന, അവ അവിടെയാണ്. അല ഹാദൽ മക്തബി, ആ ടേബിൾ, ഈ ടേബിളിൽ, ഇറ്റ് ഈസ് ഓൺ ദിസ് ടേബിൾ, ഈ ടേബിളിന്റെ മേലാണ് അവ. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എത്രേ ഉള്ളൂ. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് അവിടെ ഉണ്ട് എക്സാമ്പിൾ. തഅമ്മലിൽ അംസിലത്തിൽ ആത്തിയ, താഴെയുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതായത് അൽ മുഫ്രദ് പറഞ്ഞാൽ ഏകവചനം. ഏകവചനം എന്താണ്? ഹാദാ തോലിബുൻ ജദീദുൻ. ഹാദാ തോലിബുൻ ജദീദുൻ, ഇത് പുതിയ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇവിടെ തോലിബുൻ ജദീദുൻ നാമവിശേഷണം ഇവിടെ എല്ലാത്തിലും യോജിച്ചു വന്ന്. ഹാദാ തോലിബുൻ ജദീദുൻ, കാരണം എന്താ? ഹാദാ തോലിബുൻ ജദീദുൻ പുതിയ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇവിടെ അതിന്റെ സർവനാമമായിട്ട് ഉപയോഗിക്കുമ്പോ ഹുവ മിൻ അമേരിക്ക, അവൻ ഹീസ് ഫ്രം അമേരിക്ക. അപ്പൊ ഈ ഹുവ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഇവിടെ തോലിബിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തോലിബ് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധിയുള്ള ഒരാളാണ്. അതായത് ഒരു മനുഷ്യന്റെ പേരാണ് എന്ത്? മനുഷ്യനാണ്. തോലിബ് എന്നുള്ളത് എന്താ? ഒരു ബുദ്ധിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഹുവ മീൻ അമേരിക്ക. ഇനി അതിന്റെ അൽ ജംഉ ബഹുവചനം. ഹൗലായി തുല്ലാബുൻ ജുദുദുൻ, ഈ കൂട്ടർ എന്താണ്? പുതിയ വിദ്യാർത്ഥികളാണ്. ഇവർ പുതിയ വിദ്യാർത്ഥികളാണ്. അപ്പൊ തുല്ലാബ് എന്നുള്ളത് എന്താണ്? ബഹുവചനമാണ്, ബുദ്ധിയുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ജുദുദ് എന്നുള്ളതിലും എന്ത് ചെയ്തു? ഇവിടെ യോജിച്ചു വന്നു. തുല്ലാബുൻ ജുദുദുൻ, എല്ലാ കാര്യത്തിലും യോജിച്ചു വന്നു. ജെൻഡറിലും എല്ലാ കാര്യത്തിലും യോജിച്ചു വന്നു. പിന്നെ ഹും മിൻ അമേരിക്ക, അവർ അമേരിക്കയിൽ നിന്നാണ്. അവരെന്താണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഹുംന്ന് പറയാൻ കാരണം എന്താണ്? തുല്ലാബിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തുല്ലാബ് എന്താണ്? ബുദ്ധിയുള്ളതായതുകൊണ്ട് എന്ത് ചെയ്ത്? ഹുംന്ന് ഉപയോഗിച്ച്. ഇനി അടുത്തത് മുഫ്രദ്. ഹാദാ കിതാബുൻ ജദീദുൻ, ഇത് പുതിയ പുസ്തകമാണ്. അപ്പൊ കിതാബ് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധിയില്ലാത്ത വസ്തുവാണ് കിതാബ് എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെ പറയുമ്പോ ഹുവ മീൻ അമേരിക്ക, ഇറ്റ് ഈസ് ഫ്രം അമേരിക്ക. അപ്പൊ കിതാബ് എന്നുള്ളത് ഇവിടെ ഹുവ എന്നുള്ളത് ഹീ എന്ന് പറയരുത്. ഇവിടെ ഹുവ എന്നുള്ളത് ഒമീർ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത്? കിതാബിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രം അമേരിക്ക, അമേരിക്കയിൽ നിന്നാണ്. ഇനി അടുത്ത ജമ്മാക്കി പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അൽ ജമ്മു ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ, ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ, ഈ പുസ്തകം, ഈ പുതിയ പുസ്തകം, ഇത് പുതിയ പുസ്തകമാകുന്നു. ഇത് പുതിയ പുസ്തകമാകുന്നു. അപ്പൊ ഇവിടെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ബഹുവചനമാണ്, പുല്ലിംഗാണ്. പുല്ലിംഗ ബഹുവചനമാണ്. അപ്പൊ അത് പുല്ലിംഗ ബഹുവചനം ബുദ്ധിയില്ലാത്ത വസ്തു കൂടിയാണ്. അപ്പൊ ഇവിടെ എന്ത് ഉപയോഗിച്ച്? ഹാദിഹി. ഇവിടെ ഹൗലായി അല്ല ഉപയോഗിച്ചത്, ഹാദിഹി എന്നാണ്. അതായത് ഒരു ബഹുവചനം ബുദ്ധിയില്ലാത്തതായിട്ട് വരുമ്പോ അതിന്റെ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സ്ത്രീലിംഗ ഏകവചനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ചെയ്യേണ്ടത്? ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഹാദിഹി കുത്തുബുൻ ജദീദത്തുൻ, ഇതെന്താണ്? പുതിയ പുസ്തകമാണ്. ഇവിടെ ജദീദത്ത് വരാൻ കാരണം എന്താണ്? കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധിയില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ അതിന്റെ സിഫത്തിന് നാമവിശേഷണം എന്ത് ഉപയോഗിച്ചാൽ മതി? സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചാൽ മതി. അവിടെ ജെൻഡർ നമ്പർ ഇതാക്കാൻ വേണ്ടിയിട്ട് ബഹുവചനം ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ. കാരണം ഇവിടെ കുത്തുബ് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്തതാണ്. അതുകൊണ്ട് എന്താണ്? ഇവിടെ അതിന്റെ നാമവിശേഷണത്തിന് എന്ത് ഉപയോഗിച്ചാൽ മതി? സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചാൽ മതി. അടുത്തത് ഹിയ മീൻ അമേരിക്ക, ഇറ്റ് ഈസ് ഫ്രം അമേരിക്ക. അപ്പൊ ഇവിടെ ഹിയാണ് ഉപയോഗിച്ചത്. ഇവിടെ ഹുംന്ന് ഉപയോഗിച്ചോ? ഹും അല്ല. കാരണം എന്താണ്? ഇവിടെ കുത്തുബിനാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. കുത്തുബിന് എന്തില്ല? ബുദ്ധിയില്ല. അതുകൊണ്ട് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ലൊമിയർ ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഹിയ മീൻ അമേരിക്ക, ഇറ്റ് ഈസ് ഫ്രം അമേരിക്ക.
ഓക്കെ അല്ലേ? അല്ല സോറി, ദേ ആർ ഫ്രം എന്നാട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ കുത്തുബിനല്ല പറയുന്നത്. കുത്തുബ് അല്ല. അപ്പൊ ദേ ആർ ഫ്രം അമേരിക്ക. സർവനാമം ഉപയോഗിക്കുമ്പോഴാണ് ഇവിടെ സ്ത്രീലിംഗ ഏകവചനത്തിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുത്തുബിനാണ്. അപ്പൊ ദേ ആർ ഫ്രം അമേരിക്ക. അത് അമേരിക്കയിൽ നിന്നും. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഒരാൾ ആ ക്ലിയർ ആയെങ്കിൽ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. എന്തെങ്കിലും Miss, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ആക്ടിവിറ്റി പറയുമ്പോൾ എല്ലാവരെ കൊണ്ടും ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുമല്ലേ നല്ലത്? അതല്ലേ ഞാൻ പറയുന്നത്, ഓരോരുത്തർ വായിക്കാന്. എല്ലാരും കൂടി വായിക്കണ്ട. ഒരാൾ തന്നെ വായിക്കുമ്പോ എല്ലാം ഒരാൾ തന്നെയാണ് ഇപ്പൊ വായിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ഓരോരുത്തരും വായിക്കാൻ. അപ്പൊ ആരും വായിക്കുന്നുമില്ല. വായിക്കാനുള്ള ഒരു അവസരം വരുന്നില്ല. അപ്പൊ എല്ലാരും പെട്ടെന്ന് ഒരാൾ തന്നെ വായിക്കാനാ. അതാ ഞാൻ പറയുന്നത്, അടുത്തത് വേറെ ആരെങ്കിലും വായിക്കാൻ, ഒരാൾ തന്നെ വായിക്കില്ലേ എന്നുള്ളത്. ഇനി അടുത്ത മുതൽ വായിച്ചത് തന്നെ വായിക്കാൻ കേട്ടോ. ഓരോരുത്തര് വായിക്കാം. അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാം. ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇത് മനസ്സിലായില്ലേ? അതായത് ഒരു ബുദ്ധിയില്ലാത്ത ബഹുവചനത്തിന്റെ കൂടെ എന്ത് ഉപയോഗിക്കില്ല? ഹാവുലായിന്നോ ഉലായിക്കാന്നൊന്നും ഉപയോഗിക്കില്ല. അവിടെ എന്താണ്? സ്ത്രീലിംഗ ഏകവചനത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഉപയോഗിക്കുക. ഒന്നെങ്കിൽ ഹാദിഹി, അല്ലെങ്കിൽ ഹിയ, അല്ലെങ്കിൽ തിൽക്ക. അല്ലാതെ ഹാവുലായി, ഉലായിക്ക, ഹും എന്നൊന്നും അവിടെ എന്തെങ്കിലും ഉപയോഗിക്കില്ല. സ്ത്രീലിംഗ ഏകവചനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ഉപയോഗിക്കുക? ഒരു ബുദ്ധിയില്ലാത്ത ബഹുവചനത്തിന്റെ കൂടെ ഉപയോഗിക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഹവ്വിലിൽ മുബത്തദ കൺവേർട്ട് ചെയ്യുക. ഫി കുല്ലിൻ മിനൽ ജുമലിൽ ആത്തിയത്തി ഇലാ ജമീൻ. താഴെയുള്ള സെന്റൻസുകളിൽ നിന്നുള്ള എല്ലാ മുബത്തതും എന്ത് ചെയ്യുക? ബഹുവചനത്തിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ്? ഹാദാ ബൈത്തുൻ. ഹാദാ ബൈത്തുൻ എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്തതാണ്. ബൈത്തുൻ എന്നുള്ളത് എന്താ? ഒരു ബുദ്ധി ഇല്ലാത്തതല്ല. അപ്പൊ എന്താണ്? അത് ബഹുവചനാക്കി പറയുമ്പോ എന്താണ്? ഹാദിഹി ബുയൂത്തുൻ. ബുയൂത്തുൻ. ബൈത്തുൻ ജമ്മ ബുയൂത്ത്. ഇനി അടുത്ത വായിച്ചുള്ള ഒരാള്. ക്വസ്റ്റ്യൻ هذا نجم هذه نجوم ഹാദിഹി നുജൂമൻ. നുജൂമൻ പറഞ്ഞ എന്താണ്? സ്റ്റാർ. നജ്മുൻ പറഞ്ഞ സ്റ്റാർ. അതിന്റെ ബഹുവചനാണ് നുജൂമൻ, നക്ഷത്രങ്ങൾ. ഇനി അടുത്ത് റംലാക്കിയ വായിച്ചോളി. 2. ഹാദാ ദർസുൻ ഹാദിഹി ദുറൂസുൻ. ദുറൂസുൻ പറഞ്ഞ എന്താണ്? പാഠഭാഗങ്ങൾ, ലെസൺസ്. ദർസ് പറഞ്ഞാല് ലെസൺ, ദുറൂസുൻ പറഞ്ഞാൽ ലെസൺസ്. ഹാദിഹി ദുറൂസുൻ. ഇനി 3. സീനത്ത്. ഹാസ കലമുൻ ഹാസിഹി അക്ലാമു. കലമുൻ ജമ്മ അക്ലാമൻ. പേന, പേനകൾ. അടുത്ത ഫാത്തിമ സുഹറ. ഹാദ 4. ഹാദാ ബാബുൻ ഹാദിഹി അബുവാബുൻ. ഹാദിഹി അബുവാബുൻ. അബുവാബുൻ പറഞ്ഞ എന്താണ്? ഡോർസ്, ഡോറുകൾ. ബാബുൻ ഡോറ്, അബുവാബുൻ ഡോർസ്. ഇനി അടുത്തത് മൈമൂനത്ത് ബിൻത്ത് ഹാഷിം. 5. هذا نهر هذه أنهار. നെഹ്റ് പറഞ്ഞ എന്താ? പുയ. അൻഹാറുൻ പുയകൾ. ഇനി അടുത്തത് ആരാ? ഫെമീന വായിച്ചോളി. ഫെമീന 6. هذا جبل هذه جبال. ഹാദാ ജബലുൻ. ജബലുൻ പറഞ്ഞ എന്താണ്? മല, മൗണ്ടെയിൻ. ജിബാലുൻ പറഞ്ഞാല് പർവ്വതങ്ങൾ. കെൽബുൻ, കെൽബുൻ. هذا كلب സുബൈദ هذه كلاب. കിലാബുൻ. കെൽബുൻ പറഞ്ഞ എന്താ? നായ, ഡോഗ്. അപ്പൊ ഇവിടെ കെൽബുൻ എന്നുള്ളത് എന്താണ്? മൃഗാണ്. മൃഗാണ്, ബുദ്ധി ഇല്ലാത്തതാണ്. മൃഗത്തിന് എന്താ ബുദ്ധി ഉണ്ടോ? വേറെ ആക്കിലാണ്. അപ്പൊ എന്താണ്? ഹാദ അതിന്റെ ജമ്മ പറയുമ്പോ ഹാദിഹി കിലാബുൻ. ഇനി അടുത്ത സുബൈദ 8. ബഹ്റൻ. ഹാദ ബഹ്റൻ. ബഹ്റുൻ. ബഹാറൻ. ഹാദിഹി ബിഹാറുൻ. ഹാദിഹി ബിഹാറൻ. ബഹ്റുൻ പറഞ്ഞ കടല്, ബിഹാറുൻ പറഞ്ഞാല് കടലുകൾ.
ഇനി അടുത്ത ഷൈനി. ഹാദാ കിതാബുൻ ഹാദിഹി കുത്തുബുൻ. കിതാബ് പറഞ്ഞ പുസ്തകം, കുത്തുബൻ പറഞ്ഞ പുസ്തകങ്ങൾ. ഇനി അടുത്തത് മിഹ്ല. هذا حمار هذه حمر ഹിമാറുൻ പറഞ്ഞ എന്താ? കഴുത. donkey ഹുമുറിൻ പറഞ്ഞ കഴുതകൾ, ഡോങ്കി. ഇനി അടുത്ത ഇഷ 11. സുറൂറുൻ. ഹാദ സെരീറുൻ. സെരീറുൻ പറഞ്ഞ കട്ടില്, സുറൂറുൻ കട്ടിലുകൾ. ഇനി അടുത്ത റസീന. റസീന 12. هذا دفتر هذه دفاتر. ദഫ്തറിന് ഏകവചനം പറയുമ്പോ തെൻവീന് വേണം, ബഹുവചനത്തിന്റെ കൂടെ തെൻവീന് വേണ്ട. ഹാദാ ദഫ്തറുൻ ഹാദിഹി ദഫാത്തിറു. ദഫ്തറുൻ നോട്ട്ബുക്ക്, ദഫാത്തിറു നോട്ട്ബുക്സ്. ഇനി അടുത്ത ആരാ വായിക്കാനുള്ള? ഇനി അടുത്തത് 13 ഒരാൾ വായിച്ചോളി. മിഹില എന്നാ വായിച്ചോളി. മിഹില هذا 13. مكتب هذه مكاتب മക്കാത്തിബു. مكاتب ഇതിന്റെ ഒരു ഇങ്ങനെ മഫായിലു വസ്നിൽ പാറ്റേണിൽ വരുന്നതിന് തെൻവീൻ ഇടാൻ പറ്റൂല കേട്ടോ. അപ്പൊ ദഫാത്തിറു, മക്കാത്തിബു, മസാജിദൊക്കെ മഫായിലു പാറ്റേണിൽ വരുന്നതാണ്. അതിൽ തെൻവീൻ ഇടാൻ പറ്റൂല. അത് നിങ്ങൾക്ക് നോട്ട്സിന്റെ കൂടെ ഞാൻ അയച്ചുതരാം, അപ്പൊ മനസ്സിലാവും. അപ്പൊ മക്തബ് പറഞ്ഞ എന്താണ്? table ടേബിൾ. മക്കാത്തിബുൻ ടേബിൾസ്. ഇനി അടുത്ത 14 ഇഷ. ഇഷ 14 പോയോ? എന്നാ സീനത്ത് വായിച്ചോളി. സീനത്ത് 14. هذا فندق هذا فندق هذه فنادق. ആദിഹി ഫുന്ദുക്ക് പറഞ്ഞ എന്താ? ഹോട്ടൽ. ഫനാദിക്കു പറഞ്ഞ ഹോട്ടൽസ്. അപ്പൊ ഈ ദഫാത്തിറു, മക്കാത്തിബു, ഫനാദിക്കു ഈ ബഹുവചന രൂപത്തിൽ ഒന്നും തെൻവീൻ ഉണ്ടാവില്ല കേട്ടോ. അത് ബഹുവചനത്തിൽ പറയുമ്പോ തെൻവീൻ ഇട്ട് പറയാൻ പറ്റൂല. അഥവാ മഫായിലു പാറ്റേണിൽ വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീന് ഉണ്ടാവില്ല. ആ പാറ്റേണിൽ വരുന്നതാണ് ദഫാത്തിറു, മക്കാത്തിബു, ഫനാദിക്കു. هذه ساعة هذه അനിയുണ്ട്. ساعة 15. ഇനി അടുത്ത മൈമൂനത്ത് വായിച്ചോളി. 15. هذا ساعة هذه ساعات നല്ലോണം വന്ന് നോക്കി. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നല്ല നോക്കി. هذه ساعة هذه ഹാദിഹി. ساعة كم ആൻസർ? هذه ساعة ഹാദിഹി സാഅത്ത് തന്നെ. ഇവിടെ സാഅത്ത് എന്ന് പറഞ്ഞത് ഇത് ഇവിടെ ഏകവചനത്തിന്റെ കൂടെ ഹാദിഹി വരാൻ കാരണം എന്താണ്? ഇത് സാഅത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹാദിഹി വന്നത്. ഇവിടെ ബഹുവചനത്തിന്റെ കൂടെ വരാൻ കാരണം എന്താണ്? സാഅത്ത് എന്നുള്ളത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്ത വസ്തുവാണ്. വാച്ച് എന്നുള്ളത് ഒരു ബുദ്ധി ഇല്ലാത്ത വസ്തുവല്ല. അപ്പൊ ഹാദിഹി. ഇനി രണ്ടിനും ഒരുപോലെ വരുന്ന കൺഫ്യൂഷൻ ആവണ്ട. അത് ഏകവചനാണ്, ഒന്ന് ബഹുവചനാണ്. ആ ഡിഫറൻറ്റ് മനസ്സിലാക്കാം. ഇനി 16 റസീന വായിച്ചോളി. 16. هذه سيارة. ഇത് ഒരു കാറാകുന്നു. هذه سيارات. ഇവ കുറെ കാറുകളാകുന്നു. ഇവ കുറെ കാറുകളാണ്. ഇനി അടുത്ത സുബൈദ 17. هذه طاهرة തോയിറത്തുൻ. هذه طاهرة ഹാദിഹി തോയിറാത്തുൻ പറഞ്ഞെന്താ? തോയിറത്ത് പക്ഷികളല്ല, എയറോപ്ലെയിന്. പക്ഷികളല്ല കേട്ടോ. അത് തൊഴിറും ചെമ്മ തുയൂറും. ഇത് തോയിറത്തിനാണ്. ഹാദിഹി തോയിറത്തിന് പറഞ്ഞ ഇതൊരു എയറോപ്ലെയിൻ ആകുന്നു. ഇവിടെ ഹാദിഹി വരാൻ കാരണം എന്താണ്? ഇത് സ്ത്രീലിംഗ ഏകവചനം. അപ്പൊ എന്തായാലും ഇവിടെ ഹാദിഹി എന്നല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ സാഅത്തുൻ, സയ്യാറത്തുൻ, തോയിറത്തുൻ ഒക്കെ എന്താണ്? സ്ത്രീലിംഗ ഏകവചനം. അപ്പൊ ഇവിടെ എന്തായാലും ഹാദിഹി എന്നാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനത്തിന്റെ കൂടെ ഹാദിഹി വരാൻ കാരണം എന്താണ്? ഈ സാഅത്തുൻ, സയ്യാറത്തുൻ, തോയിറാത്തുൻ ഒക്കെ എന്താണ്? ബഹുവചനാണ്. പിന്നെ അതുമല്ല, ഇത് ബുദ്ധിയില്ലാത്ത വസ്തുക്കളാണ്. അല്ലേ? ബുദ്ധിയില്ലാത്ത നാമങ്ങളല്ലേ സാഅത്തുൻ, സയ്യാറത്തുൻ, തോയിറാത്തുൻ ഒക്കെ. അപ്പൊ ഇവിടെ ഹാദിഹി വരാൻ കാരണം ഇത് ബുദ്ധിയില്ലാത്ത വസ്തുക്കൾ അതിനോടാണ്. ബുദ്ധിയില്ലാത്ത
വസ്തുക്കളാണ്. പിന്നെ ബഹുവചനം ആയതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി വരാൻ കാരണം. ഇവിടെ ഹാദിഹി വരാൻ കാരണം ഇത് എന്താണ്? സ്ത്രീലിംഗ ഏകവചനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി വന്നത്. ഹാദിഹി തോയിറത്തുൻ, ഹാദിഹി തോയിറാത്തുൻ. തോയിറത്തിന് പറഞ്ഞ എയറോപ്ലെയിന്, തോയിറാത്തുൻ പറഞ്ഞ എയറോപ്ലെയിൻസ്. ഇനി അടുത്തത് 18. ذلك نجم ആ تلك نجوم റംല കെ വായിച്ചോളി. 18. ذلك نجم ആ تلك نجوم ആ തിൽക്ക നുജൂമുൻ. അതെങ്ങനെ ഇവിടെ ദാലിക്ക എന്നല്ല ഇതിന്റെ സ്ത്രീലിംഗ സ്ത്രീലിംഗം എന്താണ്? تلك തിൽക്ക. ദാലിക്ക എന്നുള്ളത് എന്താണ്? ഒരു ഏകവചന പുല്ലിംഗാണ് ദാലിക്ക. അതിന്റെ സ്ത്രീലിംഗ ഏകവചനം എന്താ? തിൽക്ക എന്നാണ്. അപ്പൊ ഇവിടെ നുജൂം എന്ന് പറയുമ്പോ എന്താണ്? നുജൂം എന്നുള്ളത് ഒരു ബുദ്ധി ഇല്ലാത്തതാണ്. അപ്പൊ എന്താണ്? നമ്മൾ പറഞ്ഞ സ്ത്രീലിംഗ ഏകവചനത്തെ സൂചിപ്പിക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദാലിക്ക എന്നല്ല അതിന്റെ സ്ത്രീലിംഗം എന്താണ്? തിൽക്ക എന്നാണ്. അപ്പൊ തിൽക്ക നുജൂമുൻ. അടുത്തത് تلك അത് سيارة സുബൈദ. 19. سيارة തിൽക്ക تلك സയ്യാറത്തുൻ. سيارة ഇനി അത് ബഹുവചനാക്കി പറയുമ്പോ സയ്യാറാത്ത്. تلك തിൽക്ക سيارة സയ്യാറാത്തുൻ. അപ്പൊ ഇവിടെ തിൽക്ക എന്നുള്ളത് വരാൻ കാരണം എന്താ? സയ്യാറത്ത് എന്നുള്ളത് എന്താണ്? ഏകവചനം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ തിൽക്ക വന്നത്. ബഹുവചനത്തിന്റെ കൂടെ തിൽക്ക വരാൻ കാരണം എന്താ? തിൽക്ക സയ്യാറാത്തുൻ. സയ്യാറത്ത് എന്താണ്? ഒരു ബുദ്ധി ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇവിടെ തിൽക്ക വന്നതുകൊണ്ട് എന്താണ്? ഇവിടെ തിൽക്ക. ഇവിടെ ദാലിക്ക വന്നത് കൊണ്ട് ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നോക്കാം. ഹാദാണോ, ഹാദിഹിയാണോ, ദാലിക്കാണോ, തിൽക്ക, അതിനനുസരിച്ചിട്ടാണ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഹാദാന്നാണെങ്കിൽ എന്താണ്? ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഹാദാ ബഹറുൻ. അപ്പൊ അതിന്റെ ബഹുവചനം ആക്കുമ്പോ ഹാദിഹി. ഇവിടെ ദാലിക്ക വന്നത് ദാലിക്ക നുജുമുൻ. അപ്പൊ അത് ബഹുവചനം ആക്കുമ്പോ തിൽക്ക നുജൂമുൻ. ഇവിടെ തിൽക്ക സയ്യാറത്തുൻ, തിൽക്ക സയ്യാറാത്തുൻ. ഇവിടെ ഒന്നുണ്ട്. ഹാദാ തോയിബുൻ. ബുദ്ധിയുള്ളതാണ്. ഹാവുലായി തുല്ലാബുൻ. ഇനി അതിന്റെ അടിയിലുള്ള ബോക്സ് നോക്കാട്ടോ. ഹാദാ ബൈത്തുൻ. അത് ബഹുവചനാക്കുമ്പോ അത് ബുദ്ധി ഇല്ലാത്തതാട്ടോ. ഹാദാ ബൈത്തുൻ അത് ബഹുവചനാക്കി പറയുമ്പോ ഹാദിഹി ബുയൂത്തുൻ. ഹാദിഹി സയ്യാറത്തുൻ. ഇത് ഏകവചനാണ്, ബുദ്ധി ഇല്ലാത്തതാണ്. അത് ബഹുവചനാക്കി പറയുമ്പോ ഹാദിഹി സയ്യാറത്തുൻ. ഇനി ഇവിടെ ഹാദിഹി തോലിബത്തുൻ. ഇവിടെ തോലിബത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ ഹാദിഹി വന്നത്. അത് ഇതാക്കുമ്പോ ബഹുവചനാക്കുമ്പോ ഹാവുലായി തോലിബാത്തുൻ. ഇനി ഇവിടെ നോക്കി ദാലിക തോലിബുൻ. അത് ബഹുവചനാക്കുമ്പോ ഉലായിക്ക. ദാലിക്ക എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഉലായിക്ക എന്നാണ്. ദാലിക തിൽക്ക എന്നുള്ളതിന്റെ ബഹുവചനം ഉലായിക്ക എന്നാണ്. ഹാദാ ഹാദിഹിന്റെ ബഹുവചനം ഹാവുലായി എന്നാണ്. അപ്പൊ ദാലിക്ക എന്നുള്ളതിന്റെ ബഹുവചനം ഉലായിക്ക തുല്ലാബുൻ. തോലിബത്തുൻ അതിന്റെ ബഹുവചനാക്കി എഴുതുമ്പോ ഉലായിക്ക തോലിബാത്തുൻ. ഇനി ബുദ്ധി ഇല്ലാതെ നോക്കി ദാലിക ബൈത്തുൻ. അത് ബഹുവചനാക്കി പറയുമ്പോ തിൽക്ക ബുയൂത്തുൻ. ഇവിടെ ദാലിക്ക എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ഏകവചനം എന്താണ്? തിൽക്ക. തിൽക്ക ബുയൂത്തുൻ. അടുത്തത് തിൽക്ക സയ്യാറത്തുൻ. അപ്പൊ അത് ബഹുവചനാക്കി പറയുമ്പോ തിൽക്ക സയ്യാറാത്തുൻ. മനസ്സിലായോ ഇതുവരെ ഉള്ളത്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ക്ലാസ്സിൽ റിവിഷൻ വെക്കണം എന്നല്ലാതെ പറഞ്ഞിട്ട് അത് അടുത്ത ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് മുതല്. അപ്പൊ പുതിയ പാഠം എടുക്കോ? ഇല്ല, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുതൽ റിവിഷൻ തുടങ്ങും. എന്നിട്ട് റിവിഷൻ കഴിഞ്ഞിട്ട് 17th ചാപ്റ്റർ മുതൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നിർത്തല്ലേ? പിന്നെ എല്ലാരും അസൈൻമെന്റ് ഒക്കെ നല്ലോണം എഴുതി അയക്കണം കേട്ടോ. കൃത്യമായിട്ട് ആരും അയക്കണ കാണുന്നില്ല ഇപ്പൊ. ഉണ്ടല്ലോ. കുറച്ച് ആൾക്കാർ അയക്കുന്നുള്ളൂ. എല്ലാരും അയക്കുന്നില്ല എന്നാ പറഞ്ഞത്. കുറച്ച് ആൾക്കാർ അയക്കുന്നുള്ളൂ. അപ്പൊ നിർത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ
الله بالناس اللهم أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. عليكم السلام ورحمة الله